സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് എന്ത് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തോറ്റപ്പോൾ ഒത്തിരിയേറെ ആളുകൾ സന്തോഷിക്കുന്ന ഒരു വളരെ വിചിത്രമായ ഒരു വീഡിയോയാണ് ഞാൻ കാണുന്നത്. അത് ചില ക്രിക്കറ്റ് വിലയിരുത്തുന്ന ആളുകളൊക്കെ ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലൊരു നോൺ മലയാളി ഇട്ട ഒരു വീഡിയോ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇന്ത്യ തോറ്റപ്പോൾ ഈ തവണ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി എന്നാണ്. അതും 2020 വേൾഡ് കപ്പിലെ ഒരു സംഭവമാണെന്ന് ഓർക്കുക. ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് കൊണ്ട് എനിക്കും അത് കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് നോക്കി ഞാനും ചിന്തിച്ചു, ഈ തവണ സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ തോറ്റപ്പോൾ എനിക്കും വലിയ ദുഃഖം തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷം തോന്നി എന്ന്. കാരണം അതിന് കാരണം മറ്റൊന്നുമല്ല, സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം എല്ലാവരും മനസ്സിൽ ഒരു സന്തോഷം പോലെ വന്നത്. ഞാനും ഒരുപക്ഷെ ആഗ്രഹിച്ച് കാണും, ഇന്ത്യ ഒന്ന് തോറ്റാൽ ഒരുപക്ഷെ ഇവർ തിരിച്ചറിയും ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. അത് സഞ്ജു സാംസനെ അനുകൂലിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ഒരു വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് മാത്രം നിൽക്കുമ്പോൾ കോമ്പിനേഷനിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരുന്നില്ലേ? അതിന് പകരം സഞ്ജുവിനെ നിങ്ങൾ കളിപ്പിക്കുമോ? കാരണം അഭിഷേക് ശർമ്മ ഇതാ അടുപ്പിച്ച് 3 കളിയിൽ 0, ഇതുവരെ ഒരു റൺ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. തിലക് വർമ്മയ്ക്കാണെങ്കിൽ പഴയ ഫോം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ സഞ്ജുവിന് ഒരു അവസരം കൊടുത്തുകൂടെ എന്ന ഒരു ചോദ്യത്തിന് വളരെ പരിഹാസ രൂപേണയുള്ള ഒരു മറുപടിയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ നടത്തുന്നത്. ആ പരിഹാസ രൂപേണയുള്ള ഒരു മറുപടി ഇന്ത്യൻ ക്യാപ്റ്റൻ കൊടുക്കുമ്പോൾ എനിക്കും മനസ്സിലേക്ക് തോന്നി, അത് കുറച്ച് അഹങ്കാരത്തോടെയുള്ള ഒരു മറുപടിയായി പോയില്ലേ. മുമ്പ് പല അവസരങ്ങളിൽ ഈ സെലക്ഷൻ കമ്മിറ്റി ആണെങ്കിലും ക്യാപ്റ്റന്മാരാണെങ്കിലും പല രീതിയിലാണ് ഈ സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററിനെ നോക്കിക്കണ്ടത്. പലപ്പോഴും അവസരങ്ങൾ കൊടുക്കാതിരുന്നപ്പോഴും സഞ്ജു സാംസൺ എന്ന വ്യക്തിക്കുണ്ടായിരുന്ന ആ ഒരു പക്വത പലപ്പോഴും മറ്റുള്ളവർക്ക് ഇല്ലാതെ പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും സഞ്ജുവിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം പലപ്പോഴും അവന് വേണ്ടത്ര അർഹത സ്ഥാനം ലഭിക്കാതെ പോയി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ഈ പരിഹാസ രൂപേണയുള്ള മറുപടി തീർച്ചയായും എൻ്റെ മനസ്സിലും ഈ സൂര്യകുമാർ യാദവിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനും അറിയാതെ ആഗ്രഹിച്ചു പോയി, ഇന്ത്യ നാളെ ഒന്ന് തോറ്റിരുന്നെങ്കിൽ. സൗത്ത് ആഫ്രിക്കയുടെ ആ മാച്ച് വന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഈ കടന്നുപോയ ഒരു ചിന്തയാണ്. കാരണം ഒരിക്കൽ കൂടി ഇവർ രണ്ടുപേരും പരാജയപ്പെട്ട് ഇന്ത്യ തോൽക്കുകയാണ്, ഒരു പക്ഷേ അവരുടെ മനസ്സിലുള്ള ആ ഓവർ കോൺഫിഡൻസ് ഇല്ലാതാവും, മനസ്സിൽ കടന്നുകൂടിയ അഹങ്കാരത്തിലെ ചിന്തകൾ ഇല്ലാതാവും. മാത്രമല്ല, ക്രിക്കറ്റിനെ കുറച്ചുകൂടി പക്വതയോടെ നോക്കിക്കാണുവാൻ അവർക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും ശരിയായ അവസരങ്ങൾ കൊടുക്കാതെ ഫേവറിറ്റിസം മാത്രമായി മാറുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത്. കാരണം ആ ഇന്റർവ്യൂക്ക് ശേഷം പലരും കമന്റ് ഇട്ടത് ഇന്ത്യ ഒന്ന് തോറ്റിരുന്നെങ്കിൽ. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് പല കുറിപ്പുകൾ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുവാൻ സാധിക്കും. അതെല്ലാം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഏത് വിജയങ്ങളിലും അഹങ്കാരത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകാൻ പാടില്ല. ഒരേ രീതിയിലാണോ നമ്മൾ മറ്റുള്ളവരെയും പരിഗണിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം സൂര്യകുമാർ എന്ന ക്യാപ്റ്റൻ സഞ്ജുവിനെ ഒത്തിരിയേറെ അനുകൂലിച്ച ഒരു വ്യക്തിയാണ്. അതേസമയം പിന്നീട് എപ്പോഴോ അതിൽ മാറ്റങ്ങൾ വരുന്നു. പിന്നീട് മറ്റുള്ളവരെ കൂടുതലായിട്ട് പരിഗണിക്കുമ്പോൾ അർഹതപ്പെട്ട സ്ഥാനം നൽകാതെ ഒരു വ്യക്തിയെ മാറ്റി. ഇത് തന്നെ ക്രിസ്റ്റിയ എന്ന രീതി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാറില്ലേ? ചില അവസരങ്ങളെല്ലാം ചിലർക്ക് നമ്മൾ ഒത്തിരിയേറെ പ്രാധാന്യം നൽകും, പക്ഷേ പിന്നീട് എപ്പോഴോ ആ പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ മാറി പൂർണ്ണമായും തഴയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മൾ അർഹതപ്പെട്ട സ്ഥാനമാണോ മറ്റുള്ളവർ കൊടുക്കാറുള്ളത്? ചില അവസരങ്ങളിൽ ഈ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം, അത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ടീം തോറ്റപ്പോൾ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾ അതുപോലെ സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് പോയത്? അത് ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിയപ്പോഴാണ്. ആരും ഇന്ത്യ തോക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇവിടെ അവർ ഒരു പാഠം പഠിക്കണമെങ്കിൽ ഇന്ത്യ തോക്കണം എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ പലരും. അതുതന്നെയാണ് എനിക്കും ഉണ്ടായ ഒരു ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തത്. പക്ഷേ ഈ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ നോമ്പുകാലത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. നമ്മൾ പലപ്പോഴും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകാറുണ്ടോ? വേണ്ട പരിഗണന നമ്മൾ ആവശ്യത്തിലേറെ അവർക്ക് കൊടുക്കാറുണ്ടോ? അതോ കൊടുത്തിട്ടുള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് പിന്നീടും ആ പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതോ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലാണോ നമ്മൾ ഇതെല്ലാം ഏറ്റെടുക്കാറുള്ളത്? ഇവിടെ സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റിനെ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടത് ഈ പ്രതികൂല സാഹചര്യങ്ങളും അദ്ദേഹം ഒരിക്കലും അതിരുവിട്ട് ഇവരെ വിമർശിക്കാൻ പോയിട്ടില്ല. ഒരിക്കലും തനിക്ക് കിട്ടാത്ത അർഹതപ്പെട്ട സ്ഥാനത്തെക്കുറിച്ച് വേദനിച്ചിരുന്നിട്ടില്ല.
എപ്പോഴും വീണ്ടും തന്നിലുള്ള ആ തീ ആളിക്കത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വ്യക്തി പരിശ്രമിച്ചിട്ടുള്ളത്. അത് നമുക്കും ഒരു പാഠമാണ്. തഴയപ്പെടുമ്പോൾ, ഒഴിവാക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ നേരിടുമ്പോൾ തളരാതെ വീണ്ടും എന്നിൽ ഒരു തീയുണ്ട് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നു. അതിന് സഞ്ജു സാംസനെ നമ്മൾ മാതൃകയാക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കാതെ വിഷമിച്ചിരുന്ന് അതിൽ വീണുടയാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു കരുത്ത് അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു നോമ്പുകാലത്ത് നമുക്കും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണോ ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി എഴുന്നേറ്റത് അതുപോലെ നമുക്കും ഉയർത്തെഴുന്നേൽക്കാം. അതിന് ഈ ഒരു വ്യക്തിയെയും നമുക്കൊരു മാതൃകയാക്കി മാറ്റാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.